So in this video we are continuing the different types of structural design patterns. Structural design patterns in the first part already complete ചെയ്തു. The second part ആണ്, that is these design patterns are also included inside under the category of structural design pattern. അപ്പോൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളതിൽ സ്ട്രക്ചറൽ പാറ്റേണിൽ ഇന്ന് ഈ വീഡിയോയിൽ ഫസ്റ്റ് വൺ ടെംപ്ലേറ്റ് മെത്തേഡ് പാറ്റേൺ. So we can consider one example, that is we are going to create a house plan. So the house plan include, that is it include floor plan is there, foundation plan is there, plumbing plan, framing plan, wiring plan. So they are included inside the house plan. അപ്പോൾ ഒരു ഹൗസ് പ്ലാൻ നമ്മൾ നടത്തുമ്പോൾ അതിൽ ഈ പ്ലാനിങ്ങും കൂടെ അതിൽ വരുന്നതാണ്. ആൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഹൗസസ് ദ ബേസിക് തിങ്സ് ആർ കോമൺ. അതായത് വയറിംഗ് പ്ലാൻ ആണെങ്കിലും ഫ്ലോർ പ്ലാൻ ആണെങ്കിലും ഓൾമോസ്റ്റ് മിക്കതിലും സെയിം കുറേ കാര്യങ്ങൾ സിമിലർ ആണ്. സോ ഇഫ് യു ആർ മോഡലിംഗ് എ സോഫ്റ്റ്വെയർ, വി ആർ റെപ്രസെൻറ്റിംഗ് ദ കോമൺ തിങ് ദാറ്റ് ആർ കോമൺ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ആർ കോൾഡ് ടെംപ്ലേറ്റ്. ദാറ്റ് ഈസ് വാട്ട് വി ക്യാൻ ഡു ഈസ് വി ക്യാൻ ക്രിയേറ്റ് എ ടെംപ്ലേറ്റ്. അപ്പോൾ ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ടെംപ്ലേറ്റ് ക്ലാസ് ആയിട്ട് നമുക്ക് പറയാം. That will be standard behavior. In template class we will define the standard behavior. ഇപ്പോൾ ഹൗസ് പ്ലാനിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഫ്ലോർ പ്ലാനിൻ്റെ കേസിൽ ബേസിക് ആയിട്ട് എല്ലാ വീടുകൾക്കും വേണ്ട കാര്യങ്ങളെ നമുക്കൊരു ടെംപ്ലേറ്റ് ആയിട്ട് എഴുതാം. സോ ഇഫ് യു വാണ്ട് ടു ആഡ് സം അഡീഷണൽ തിങ്സ്, അതായത് കുറച്ചും കൂടെ എക്സിസ്റ്റിംഗ് ഈ എല്ലാ വീടിനും നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അവിടെ എഴുതുന്നു. അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് എ സബ് ക്ലാസ് which will extend your main class. That is, the actual implementation will be written inside the subclass. അപ്പോൾ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഇൻഹെറിറ്റൻസിൽ എങ്ങനെയാണ്, ഇൻഹെറിറ്റൻസിനകത്ത് ദർ വിൽ ബി എ മെയിൻ ക്ലാസ്. ഐ ഗേവ് യു വൺ എക്സാമ്പിൾ, ദാറ്റ് ഇസ് കോൾഡ് വെഹിക്കിൾ. ഒരു വെഹിക്കിളിൻ്റെ എക്സാമ്പിൾ ഞാൻ തന്നിരുന്നു. അപ്പോൾ ഒരു മെയിൻ ക്ലാസ് ഉണ്ടാകും. അതിൽ നമ്മൾ കോമൺ ആയിട്ട് കുറേ വരുന്ന കാര്യങ്ങൾ എഴുതും. അതിൻ്റെ ഒരു സബ് ക്ലാസ് വരുമ്പോൾ മെയിൻ ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ കാര്യങ്ങളും ആ സബ് ക്ലാസ്സിന് കിട്ടും. പിന്നെ സബ് ക്ലാസ്സിന് മാത്രമായിട്ട് പ്ലസ് അഡീഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ വിച്ച് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ്. സോ ദാറ്റ് ഈസ് ദ വേ ഹൗ ദ ടെംപ്ലേറ്റ് മെത്തേഡ് പാറ്റേൺ ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ ടെംപ്ലേറ്റ് മെത്തേഡ് പാറ്റേണിൽ ഒരു ടെംപ്ലേറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അതിൽ കോമൺ ആയിട്ടുള്ള ബിഹേവിയർ ദാറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ആൻഡ് വി ക്യാൻ ക്രിയേറ്റ് എ സബ് ക്ലാസ് ഓഫ് ദാറ്റ് ടെംപ്ലേറ്റ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഒരു സബ് ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്താണ് നമ്മൾ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോൾ ഹൗസ് പ്ലാനിൻ്റെ കേസിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫ്ലോറിംഗ് പ്ലാനിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ വീടിന് ഫ്ലോറിംഗ് പ്ലാൻ ഏത് ടൈപ്പ് ഫ്ലോറിംഗ് പ്ലാൻ വേണം, വുഡൻ വേണോ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോറിംഗ് പെയിൻറ്റിങ് ആണെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ കളർ എന്ത് വേണം. സോ ദാറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ പെർട്ടിക്കുലർ ഹൗസ്. അത് ഓരോ വീടിനും സ്പെഷ്യലാണ്, ഓരോ വീടിനും വേറെ വേറെ ആയിരിക്കും. കുറേ കാര്യങ്ങൾ സിമിലർ ഉള്ള കാര്യങ്ങളെ ടെംപ്ലേറ്റ് ക്ലാസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക, എക്സ്ട്രാ വരുന്ന കാര്യങ്ങളെ നമ്മൾ ഒരു സബ് ക്ലാസ്, ആ ടെംപ്ലേറ്റ് ക്ലാസ്സിൻ്റെ ഒരു സബ് ക്ലാസ് ജനറേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ലോ ലെവൽ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുക. So the same thing is that is the template method pattern. അതേ കൺസെപ്റ്റാണ് ഈ ടെംപ്ലേറ്റ് മെത്തേഡ് പാറ്റേണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് we will specify the high level steps. അതായത് ഓവറോൾ വേണ്ട കാര്യങ്ങളെ വി വിൽ സ്പെസിഫൈ ഇൻസൈഡ് ദ ടെംപ്ലേറ്റ് മെത്തേഡ് പാറ്റേൺ. അതിൻ്റെ സബ് ക്ലാസ്സസിനകത്ത് അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഓരോ കാര്യത്തിനും ഓരോ ക്ലാസ്സിലും അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ലോ ലെവൽ ഡീറ്റെയിൽസ് സബ് ക്ലാസ്സിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ഇതിൽ ഓവർറൈഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിലുള്ളതാണ്. അപ്പോൾ ഈ മെത്തേഡുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏരിയ എന്ന് പറഞ്ഞൊരു മെത്തേഡ് വിളിക്കുകയാണ്. മെത്തേഡ് മീൻസ് ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ അത് സർക്കിൾ ആണെങ്കിൽ അതിൽ ഒരു ഇക്വേഷനിലാണ് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊരു സെമി സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ ഇക്വേഷനുണ്ട്. അതുപോലെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷനുണ്ട്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ്. ബട്ട് ഏരിയ എന്ന് പറഞ്ഞത് എല്ലാ ഷേപ്പിനും ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഏരിയേനെ നമ്മൾ ഓരോ ഷേപ്പിനനുസരിച്ച് മാറ്റുക, അതായത് ഇക്വേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുക, ഇംപ്ലിമെൻറ്റേഷൻ ചേഞ്ച് ചെയ്യുക. സോ ദാറ്റ് ഇസ് ദ ഐഡിയ. സോ ദിസ് ഇസ് ദ ടെംപ്ലേറ്റ് മെത്തേഡ്. നമ്മൾ ഈ പറഞ്ഞ ടെംപ്ലേറ്റ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾ ഹൗസ് പ്ലാനിൻ്റെ എക്സാമ്പിൾ. സോ നെക്സ്റ്റ് പാറ്റേൺ വി ഹാവ് ടു സ്റ്റഡി ഇസ് അബൌട്ട് ദ മെമെൻറ്റോ പാറ്റേൺ. So in the case of memento method or memento design pattern, so first you can consider one example. We all are playing games. നമ്മൾ പല ഗെയിംസ് കളിക്കാറുണ്ട്.
അപ്പോൾ ഗെയിംസ് കളിക്കുമ്പോൾ ഈവൻ ഓൺലൈൻ ഗെയിംസ് ആണെങ്കിലും ആയിക്കോട്ടെ, ചില ഗെയിംസിന് ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു ഗെയിമിൻ്റെ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എനിക്കത് സേവ് ചെയ്യാം. അതായത് അപ്പോൾ സപ്പോസ് ഐ എം നോട്ട് ഏബിൾ ടു കണ്ടിന്യൂ ദാറ്റ് ഗെയിം അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഞാൻ അതിനെ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് വരുമ്പോൾ എനിക്കത് റെസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ചില ഗെയിംസ്, അത് എല്ലാ സമയത്തും പറ്റില്ല. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവൽ ചിലപ്പോൾ പിന്നെ കളിച്ചാലും അതിൻ്റെ കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് മീൻസ് ദർ വിൽ ബി എൻ ഇൻ്റർമീഡിയറ്റ് സേവ് വിൽ ബി ദയർ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനിടയ്ക്ക് ഏതെങ്കിലും അത് പല സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ളതിൽ പല ലെവൽസിലായിരിക്കും ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ എത്തുകയാണെങ്കിൽ വി ക്യാൻ സേവ് അപ് ടു ദാറ്റ് പൊസിഷൻ. ഇപ്പോൾ അതുവരെ നമ്മുടെ സ്കോറും നമ്മുടെ കളിയിലെ കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ സേവ് ചെയ്ത് വയ്ക്കാം. പിന്നീട് നമുക്കത് റെസ്യൂം ചെയ്യുമ്പോൾ അത് റീസ്റ്റോർ ചെയ്തിട്ട് വി ക്യാൻ റെസ്യൂം ദാറ്റ് പ്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ദയർ ഹൗ വി വിൽ ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ഓൺലൈൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ അതും പ്രോഗ്രാംസ് ആണ്. ആൻഡ് അതൊക്കെ ഇതുപോലത്തെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലായിരിക്കും ചിലപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു വാണ്ട് ടു ഇംപ്ലിമെൻറ്റ് ദിസ്, അതായത് നമുക്കിത് ഓരോ ഇൻ്റർ സ്റ്റേജ് അതായത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഓരോ ലെവൽസ് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ we have to save the internal states of the game object. അപ്പോൾ ഒരു ഗെയിമിനും ഇതുപോലെ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ ഒരു പ്രോഗ്രാമിലൂടെ ഒരു ഗെയിം ഉണ്ടാക്കുവാണെങ്കിലും അവിടെയും നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ there also we will create the objects. അപ്പോൾ ഓരോ ഗെയിം ഒബ്ജക്ട്സിൻ്റെ ഓരോ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സും നമ്മൾ we will store, and whenever we will come back we can restore at a particular point. അപ്പോൾ ഓരോ പോയിന്റിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ആൻഡ് so this save and reward functionality can be implemented by using a method that is called serialization, which is present in many of the languages like Java. ജാവ പോലത്തെ ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ അതിൽ സീരിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇതുപോലെ നമ്മൾ സപ്പോസ് വേറൊരു എക്സാമ്പിൾ ഇതിന് പറയാം. വി ഓൾ ആർ യൂസിങ് വേർഡ് പ്രോസസ്സേഴ്സ് ലൈക്ക് വേർഡ് ഓർ അങ്ങനെ വേർഡൊക്കെ പോലത്തെ MS വേർഡൊക്കെ പോലത്തെ വേർഡ് പ്രോസസ്സേഴ്സ് അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അൺഡു ചെയ്യുമ്പോൾ എന്ത് പറ്റും? അൺഡു ചെയ്യുമ്പോൾ നമ്മൾ നടത്തിയ ചേഞ്ചസിൻ്റെ തൊട്ട് മുമ്പിലത്തെ സ്റ്റേറ്റിലേക്ക് പോകും. വീണ്ടും അൺഡു ചെയ്താൽ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ സ്റ്റേറ്റിലേക്ക് പോകും. അതുപോലെ റീഡു ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർവേഡ്, അതായത് അതിൻ്റെ നെക്സ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇതേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് നമ്മൾ എടുത്തു, ആ ടെക്സ്റ്റിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തി. സോ നമ്മൾ സപ്പോസ് ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ ഇതുപോലെ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ അൺഡു ചെയ്യുമ്പോഴും തൊട്ട് മുമ്പിൽ നടത്തിയ സേവ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. വീണ്ടും റീഡു ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പിലത്തെ സേവ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുന്നതുകൊണ്ടാണ് അൺഡു ചെയ്യുമ്പോൾ മുമ്പോട്ട് പോകാനും തൊട്ട് മുമ്പിലുള്ള സ്റ്റേറ്റിൽ പോകാനും റീഡു ചെയ്യുമ്പോൾ തിരിച്ചു പോകാനും പറ്റുന്നത്. സോ അതേ കാര്യങ്ങളാണ് നമ്മൾ ഈ മെമെൻറ്റോ മെത്തേഡും എല്ലാം യൂസ് ചെയ്യുന്നത്. That is, if you want to revert to an earlier state, then it is possible. If you want to move to the next state, it is also possible. So that is it. Memento pattern which will captures and later restores the object's internal state. അപ്പോൾ ഓരോ സ്റ്റേറ്റും നമ്മളിപ്പോൾ ഗെയിമിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഗെയിമിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ളതിലെ പല ഇൻറ്റേർണൽ സ്റ്റേറ്റും സേവ് ചെയ്യുന്നു. ഇറ്റ്സ് അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് വെൻ എവർ ദ യൂസർ at that particular point he can restore, he can move to the previous state or he can move to the next state. അത് മൂവ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് we can use this type of patterns. So the next pattern we have to study is called the mediator pattern. So the meaning mediator means that is something is working in between two things. Suppose you consider air traffic controller. So mainly the mediator pattern is used in order to simplify the communication between the classes. അപ്പോൾ ഓൾറെഡി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ക്ലാസ്സസ് ഒരുപാട് ഉണ്ടാകും. നമ്മൾ whenever you are going to develop any software using OOPS, there will be different classes will be there. The classes may need to communicate with each other. So in order to simplify the communication between the classes, we are using the mediator pattern. And for an example, we can consider the air traffic controller. So we know that if you are considering India, around 500 flights will be there in the air. And if you want to decide the routes
that is each flight may be taking, that is which include the time at which the particular flight will take off or it will land, etc. It will be very difficult if the flights are, that is the persons inside the flights are communicating between each other to make such arrangements. അതായത് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അറൗണ്ട് ഒരു അറ്റ് എ ടൈം ഒരു സമയം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 500 ഫ്ലൈറ്റ്സോളം നമ്മുടെ എയറിലുണ്ടാകും, പല രാജ്യങ്ങളിലേക്കായിട്ട് യാത്ര ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഓരോരുത്തരുടെയും റൂട്ട് എന്ന് പറഞ്ഞാൽ, റൂട്ട് ഡിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൊളീഷനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് സമയത്ത് ഓരോ ഫ്ലൈറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ ടേക്ക് ഓഫ്, എപ്പോൾ ലാൻഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളപ്പോൾ ഓരോ ഫ്ലൈറ്റുകൾ തമ്മിൽ അങ്ങോട്ടും 500 ഫ്ലൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് സിറ്റുവേഷനാണ്. അപ്പോൾ ഓരോ ഫ്ലൈറ്റിനെയും ഓരോ ഒബ്ജക്റ്റായിട്ട് ഓരോ ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇറ്റ് വിൽ ബി വെരി കോംപ്ലക്സ് ആക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയർലൈൻ ട്രാഫിക് കൺട്രോളർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് വിൽ ആക്ട് ആസ് എ മീഡിയേറ്റർ. അപ്പോൾ അവരാണ് അപ്പോൾ ഒരു ഫ്ലൈറ്റ് വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ATC. അവരുമായിട്ടാണ് ഇപ്പോൾ ബി എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് ഇവരുമായിട്ട് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ ബാക്കിയുള്ളവരുമായിട്ട് റൂട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഡിസിഷൻ തിരിച്ച് ആ ബി എന്ന് പറഞ്ഞ ഫ്ലൈറ്റിന് കൊടുക്കുന്നു. സോ ആക്ച്വലി ഹിയർ ATC ആക്ട് ആസ് ദ മീഡിയേറ്റർ. അപ്പോൾ അതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ വേൾഡിലും എക്സാമ്പിളായിട്ട് ഒരു മീഡിയേറ്റർ പാറ്റേൺ എക്സാമ്പിളാണ് ESB, എൻ്റർപ്രൈസ് സർവീസ് ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് പകരം നമ്മൾ ESBയിലേക്കൊരു മെസ്സേജ് കൊടുക്കും. ആ മെസ്സേജ് ബാക്കി ആപ്ലിക്കേഷനുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ റിക്വസ്റ്റ് തിരിച്ചു കൊടുക്കും. So that is the way how the mediator pattern works.